ഹലോ വാട്സപ്പ് ഗൈസ്. ഇന്ന് നമ്മൾ തൊട്ട് ഷാഡോ ഫൈറ്റ് 2 കളിച്ചു തുടങ്ങുന്നതായിരിക്കും. കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ടെന്നറിയാം. എന്നാലും ഇന്ന് എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു അറ്റംപ്റ്റാണ്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് വേണ്ടത്. ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. Once I was a great, invincible warrior, and no one dared to stand in my way. I traveled the land searching for a worthy battle, until I discovered the gates of shadows. I broke the laws of the elders and opened the gates. The demons of the other world were beyond them. They rushed upon me, tearing my flesh, draining my soul, turning me into a shadow. And now, for eternity, I am doomed to wander the world and fight the demons I freed. കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കട്ടെ. കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പം കാണിച്ചതിന് എല്ലാത്തിനും ഒരു സംഭവമുണ്ട്. ഞാൻ ആദ്യം തൊട്ടാണ് ഞാൻ പണ്ട് ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. അതിൻ്റെയാണിത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഗൈസ്, കഥ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതൊന്ന് ലോഡാവട്ടെ. Well, my vain disciple has returned, and without a body it seems how unfortunate for you. You are nothing more than a shadow, and yet I sense great power with you. കഥ എന്തുവാണെന്ന് വെച്ചാൽ നമ്മളെ ഒരു ഷാഡോ എന്നാണ്. നമ്മൾ ഗെയിമിനകത്ത് നമ്മളൊരു ഷാഡോ ആണ്. നമ്മൾ പണ്ട് ജപ്പാനിലെ ഒരു വാരിയറായിരുന്നു. ഭയങ്കര വലിയ സാമുറായൊക്കെ ആയിരുന്നു. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ലായിരുന്നു. അപ്പം നമ്മളെല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു വർത്തി ഒപ്പമാണല്ലോ. അതായത് നമ്മളെ തോൽപ്പിക്കാൻ കേൾപ്പുള്ള ഒരു ആളെ അന്വേഷിച്ച് നമ്മളൊരു മരുഭൂമി പ്രദേശത്തോട്ട് പോകും. അവിടെ വെച്ച് നമ്മളൊരു ഗേറ്റ്സ് ഓഫ് ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മൾ തുറന്നു. അതിനകത്ത് കുറേ ഡീമൻസ് ഉണ്ടായിരുന്നു. കുറേ ഡീമൻസിനെ സീലവേ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗേറ്റ് ആയിരുന്നു അത്. ആ ഒരു ഗേറ്റ് നമ്മൾ തുറന്നതോടെ അതർ വേൾഡിൽ നിന്നുള്ള ഡീമൻസ് എല്ലാം നമ്മുടെ ഭൂമിയിലോട്ട് വന്നു. അവരെല്ലാവരും കൂടെ വന്ന ശക്തിയിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഒരു ഷാഡോ ആയിട്ട് മാറി. ഇത്രയും ഡീമൻസ് ഭൂമിയിൽ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരക്ടർ ആ ഒരു ചുമതല ഏറ്റെടുത്തു. ആ ചുമതല എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരെയും തിരിച്ച് അവർ വന്നത് എവിടെ നിന്നാണോ അങ്ങോട്ട് തന്നെ തിരിച്ച് വിടുക. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പോരാട്ടമായിരിക്കും ഈ ഗെയിം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം നമ്മുടെ സെൻസ് പറയുകയാണ്, നമുക്ക് ഇയാളുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, കെഞ്ചി. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണം. ലെറ്റ്സ് ഫൈറ്റ് വിത്ത് കെഞ്ചി. കെഞ്ചി കേട്ടോ. കെഞ്ചി ഷാഡോ. ലെറ്റ്സ് ഗോ. റൗണ്ട് 1. പിന്നെ നമ്മൾ അടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഷാഡോ ഫൈറ്റിൻ്റെ ഒരു നമ്മളൊന്ന് തൊടാൻ പോലും
I knew you could do it. Now you need to find yourself a weapon. ഒരു ആയുധം കൈപ്പിടിക്കുക. നമുക്കൊരു കത്തി എടുക്കാൻ പറയുന്നു. സെൻസേ പറയുന്നത് നമ്മൾ ഇപ്പം ഏകദേശം ഒരു 7 ഡീമൻസിനെ നമ്മൾ പുറത്ത് വിട്ടു. സോ അതിനകത്ത് ഒരെണ്ണത്തിനെ നിനക്കിപ്പം അടിച്ച് തോപ്പിക്കാനുള്ളൊരു കേൾപ്പായിട്ടുണ്ട്. സോ നീ അതിൻ്റെ അകത്തെ ഫസ്റ്റ് ഡീമനായിട്ടുള്ള ലിങ്സിനെ പോയി നോക്കാം. നമുക്ക് ലിങ്സിനെ ഓരോടി നോക്കാം. Who is this lowly worm before me? I am not wasting my time fighting the legend. Here's the weakest apprentice in my order. First defeat him if you can. Perhaps then you have the honor of fighting. So ലിങ്സിന് നമ്മളെ വിശ്വാസമില്ല. നമ്മൾ ജസ്റ്റ് ഒരു വേസ്റ്റ് ഓഫ് ടൈം. അതായത് നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഇവനെ തോപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിചാരമാണ് ലിനിക്സിനുള്ളത്. ഇവൻ പറയുന്ന ഇവൻ്റെ ടീമിലെ ഏറ്റവും ശക്തിയില്ലാത്ത ആളായിട്ടുള്ള ഷിന്നിനെ നമ്മൾ തോപ്പിച്ച് കാണിച്ച് ഇവന് ആണ്. സോ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റിയൽ ബാറ്റിൽ നമ്മൾ ഗെറ്റിനെ തോപ്പിച്ചു. ഇനി ഷിന്നുമായിട്ട് നമുക്ക് പോരാം. ഷിന്നെ നമ്മുടെ വെട്ടാത്തിയുടെ നമ്മുടെ കത്തികളൊന്നും ഇവന് അവനൊരു ഒറ്റ ചവിട്ട് നമ്മളെ ചവിട്ടി നമ്മൾ ആകാശം ചവിട്ടാൻ കൊടുത്തു. I am the leader of the Assassin's Order. You are not worthy of fighting me. At least your battle with the Shin was entertaining. So ഇവനിപ്പോഴും അത്ര ഇമ്പ്രസ് ഒന്നും ആയിട്ടില്ല. ഞാനുമായിട്ട് പോരാടിയാൽ നീ എന്തായാലും തോക്കും. എൻ്റെ ടീമിൻ്റെ പേര് അസാസിൻസ് ഓർഡർ എന്നാണ്. ഷിന്നിനെ തോപ്പിച്ച് കാണും, പക്ഷെ എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പം ഇവൻ പറയുന്നത്. സോ ഇവനെ നമുക്ക് പിന്നെ ഇവനുമായിട്ട് മുട്ടി നോക്കാം. ഇപ്പം എന്തിനാ വെറുതെ മുട്ടാം. ആക്ട് 1 ഹീറോ റീബോൺ. വാ, കൊള്ളാം. Hi, my name is May. I am the local weapons and armor expert, the best in these climbs. Can I work with you? Of course. Good decision. I swear that your gear will always be in perfect condition, and I'll help you with any other problems. And here's my first advice. You can earn money in tournaments. With each stage, your opponents will be stronger and your prize bigger. So നമുക്കൊരു ബ്രേക്ക് കിട്ടി. സോ ഞാൻ സംഭവം പറയാം. നമ്മൾ ലിങ്സിൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള ഷിന്നിനെ തോപ്പിച്ചു. സോ അപ്പോൾ നമ്മൾ തോപ്പിച്ചപ്പോൾ തന്നെ മേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണുണ്ട്. ഇവളാണ് നമ്മുടെ ബ്ലാക്ക്, അതായത് നമ്മുടെ വെപ്പൺസും ആയുധങ്ങളും ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ പോകുന്ന ഇവളാണ്. സോ ഇവൾ നമ്മുടെ കൂടെ ചേർന്നോട്ടെ എന്ന് ഇവൾ ചോദിച്ച് വന്നതാണ്. സോ അപ്പം ഞാൻ ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് സോ അപ്പം നമുക്ക് കിട്ടുമല്ലോ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ടൂർണമെൻറ്റിൽ കമ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, കോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. സോ എല്ലാ മാച്ചും വെച്ച് നമ്മുടെ എതിരാളി കുറച്ചും കൂടെ സ്ട്രോങ്ങറായി വരുമെന്നാണ് അവളിപ്പം പറഞ്ഞത്. സോ ഒരു ടൂർണമെൻറ്റ് അവൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിനി ടൂർണമെൻറ്റ് കളിച്ച് നോക്കാം. ഞാൻ ടൂർണമെൻറ്റ് കളിക്കാൻ പോവാണ്. സോ ഗൈസ് ഇപ്പം എത്ര ചാർജ് ഇത്ര ഉണ്ട്. എൻ്റെ ചാർജ് കുറവാണ്, എന്നാലും ഞാൻ ചെയ്യുകയാണ്. പഞ്ചിങ് ബാഗ് ഇട്ടടിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ലെവലൊക്കെ കൂടി നമുക്കിപ്പോൾ 132 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. ലിങ്സിൻ്റെ സെക്കൻഡ്
ബോഡി ഗാർഡ് ഇമ്പോസിബിൾ ടു ഫൈറ്റ് ആണ്. നമുക്ക് ടൂർണമെന്റിലോട്ട് പോകും. നമ്മളിന്ന് കുരങ്ങനുമായിട്ടാണല്ലോ കളിക്കുന്നത്. മങ്കിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ മേ പറഞ്ഞ ഈ സാധനമൊക്കെ കളിച്ചിരിക്കുവാണെങ്കിൽ കോയിൻസ് പൈസ ശരിക്കുള്ള പ്രൈസ് നമുക്ക് 50 കോയിൻസ് ആസ് ബോണസ്. യു ആർ ഓസം and coins in the tournament so you can buy new gear and defeat Lynx's bodyguards. Not bad, you reached a new level 2. നമ്മൾ ലെവൽ 2 ആയിട്ടുണ്ട്. പെട്ടെന്ന് പോയി. എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആണെങ്കിൽ പറയാൻ ഞാനെല്ലാം സംഭവം എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം കവർ ചെയ്തു. അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വെപ്പണും നമ്മുടെ ആർമറൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് നോക്കാം. നോട്ട് എ സ്ക്രാച്ച്, വിൻ 1 റൗണ്ട് പെർഫെക്റ്റ്ലി ഇൻ എനി മോഡ് എക്സെപ്റ്റ് സർവൈവ്. അപ്പോൾ നമ്മളിപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ഇനി അടുത്ത പാർട്ടായിട്ട് കാണുന്നവരെ ഗൈസ് ബൈ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വെച്ചിരിക്കും ഈ ചാനലിൻ്റെ മുന്നേറ്റമൊക്കെ. സോ ചാനലൊന്ന് റിവൈവ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഐ നീഡ് യുവർ സപ്പോർട്ട്. കാരണം ഒരു 6 മാസമായി ലാസ്റ്റ് വീഡിയോ ചെയ്യുന്നു. സോ until then, bye, tata and gaya. Bye.